ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗാണ്. ഇപ്പോൾ ഒരു ഏകദേശം 4-4:45 4:30 കാണും. അപ്പോൾ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമുക്കിങ്ങനെ ഓരോ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങനെ ഇപ്പോഴാണ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഇതെൻ്റെ വീടാണ് കേട്ടോ, വീടിൻ്റെ പരിസരമാണ്. ഞങ്ങൾ എൻ്റെ വീട്ടിലിപ്പം ക്രിസ്മസ് അവധിക്ക് വേണ്ടി ഇവിടെ ഞാനും മോളും വന്നിരിക്കുകയാണ്. ഇപ്പം കാണിച്ചു തരാം. ഇനി അവൾ കുറച്ച് ഇവിടുത്തെ ചുറ്റുപാടൊക്കെ കാണിച്ചു തരും. ഇനി ഇതാണ് നമ്മളെ വീടും കൂടി കാണിച്ചു തരാം. നമ്മളത് കാണിക്കണം, പിന്നീട് വീടിനൊക്കെ പിന്നീട് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളെന്ന് വിചാരിച്ചിരിക്കുന്നത് ഞങ്ങൾ മാമൻ്റെ വീട് വരെ പോകണം. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ഷൂട്ട് ചെയ്ത് നമ്മൾ കോവിൽ പോയിട്ട് പള്ളിയിൽ പോകും. പള്ളി വെച്ചെന്നാൽ അവിടെ ലൈറ്റൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് കൂടി കാണിച്ചു തരാം. ഓക്കെ, അവളെ പേര് നിരഞ്ജനാണ് കേട്ടോ. അവളെ പേരിലാണ് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്, നിരഞ്ജന ഗൗരി. ഓക്കെ, ഇതാണ് നമ്മളെ മോസിക്കുട്ടൻ. ഇതാണ് കേട്ടോ ഞങ്ങളെ വീട്ടിൽ നിന്ന് ജംഗ്ഷനിലേക്ക് പോകുന്ന ഞങ്ങൾക്കൊരു ഇടവഴിയാണ്. ഈ ഇടവഴി കുറച്ച് ദൂരം ചെന്നാൽ മാത്രമേ മെയിൻ റോഡ് എത്തുള്ളൂ. അപ്പോൾ മോളാണ് ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. അവൾ ഞാൻ വീഡിയോ എടുക്കുന്ന അറിഞ്ഞില്ല, അവളങ്ങനെ പാട്ട് പാടിക്കൊണ്ട് പോവുകയാണ്. ഇനി ഒരു അല്പ ദൂരം കൂടെ കഴിയുമ്പോഴത്തേക്കും മെയിൻ റോഡ് എത്തും. ഇവിടെ ജസ്റ്റ് അങ്ങോട്ട് കാണാൻ പറ്റും. കുറച്ച് അല്പം ദൂരം കൂടെ ഉള്ളൂ കേട്ടോ മെയിൻ റോഡിലേക്ക്. ഇതുവഴിയാണ് കേട്ടോ, ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇതുവഴിയാണ് കേട്ടോ സ്കൂളിൽ പോകുന്ന വഴിയും സെയിം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇതുവഴി അങ്ങനെ ആരും അങ്ങനെ പോവാറൊന്നുമില്ല. മെയിൻ റോഡ് കൂടിയാണ് എല്ലാവരും പോകുന്നത്. പിന്നെ ഞാൻ ഇത്തിരി ഷോർട്ട് കട്ട് നോക്കി ഇത് വന്നതാണ്. അല്ലാതെ പോകണമെങ്കിൽ കുറച്ച് ദൂരം കൂടെ റോഡേ കറങ്ങി വരണം. ഇതാകുമ്പോൾ ഇത്തിരി എളുപ്പ വഴിയാവണം. പിന്നെ ഞാനും മോള് മാത്രമല്ല കേട്ടോ, അച്ഛൻ പുറകെ നിന്ന് വരെയായിരുന്നു. ഞങ്ങൾ നടന്നപ്പോൾ ഇത്തിരി സ്പീഡിലായിപ്പോയി. അച്ഛൻ അങ്ങനെ പുറകെ വരെയാണ്. ഇതിവിടുത്തെ വാട്ടർ ടാങ്കാണ്. ഈ ഏരിയയിലൊക്കെയുള്ള എല്ലാ വീട്ടിലേക്കും വെള്ളം ഈ ടാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് മുമ്പ് തുറന്നിട്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഇപ്പോൾ അത് പൂട്ടി വെച്ചിരിക്കുകയാണ്. മുമ്പ് ഞങ്ങളിതിൻ്റെ മുകളിലൊക്കെ കയറി കളിക്കും. ഇപ്പോൾ പിന്നെ പൂട്ടിയത് കൊണ്ടൊന്നും അകത്തൊന്നും കയറാൻ ആർക്കും പറ്റത്തില്ല. ഇതാണ് ഞാൻ പഠിച്ച സ്കൂളായിട്ടാ, RCMS മിഡിൽ സ്കൂള്. 1 to 8 വരെ ഇവിടെയാണ് പഠിച്ചത്. ഇതിന് ശേഷമാണ് വേറെ സ്കൂളിലേക്ക് മാറിപ്പോയത്. മുമ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടൊക്കെ ഉണ്ട്, ഒരുപാട് ബിൽഡിങ്സൊക്കെ വന്നിട്ടുണ്ട്. പണ്ട് ഇങ്ങനെയൊന്നും അല്ല കേട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണാൻ രസമുണ്ട് കാണുമ്പം തന്നെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി സ്കൂള്. എപ്പോഴും വരുമ്പോഴും ഇവിടെ ജസ്റ്റ് ഫോട്ടോയൊക്കെ എടുക്കും. ഇത് ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സ്കൂളിൻ്റെ അതേ വഴി തന്നെ കേട്ടോ ഈ റോഡും. ഇതാണ് കേട്ടോ മാമൻ്റെ വീട്. ഞാൻ ബാക്കിൽ നിന്നാണ് ഫോട്ടോ എടുത്തത്, ഫ്രണ്ടിൽ ചെന്ന് എടുത്തില്ലായിരുന്നു. ഇത് പുറകു വശമാണ് കേട്ടോ. ഇതാണ് എൻ്റെ അമ്മാമ്മ മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷമാവും. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു സെൽഫിയൊക്കെ എടുത്തായിരുന്നു മാമൻ്റെ വീട്ടിൽ നിന്ന്. ഇത് ഞങ്ങളുടെ കുടുംബ കോവിലാണ്. ഇപ്പോൾ അമ്മാമ്മ മരിച്ചേ പിന്നെ ഇങ്ങനെ വിളക്കൊന്നും അങ്ങനെ വയ്ക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് കൊച്ചിൻ്റെ മാമനൊക്കെ തന്നെ മാറി വയ്ക്കാറുള്ളൂ. മുമ്പ് എപ്പോഴും പൂജയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഒന്നിന്ന് പണിയും തുടങ്ങും. ഇതെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള പള്ളിയാണ്. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ ചർച്ചിലോട്ടാണ് കേട്ടോ വന്നത്. ഈ ചർച്ചിൽ ബാക്കിൽ നല്ല കമ്മ്യൂണിറ്റി ഹാളിൽ അവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണവും നടന്നത്. ഇതാണ് എൻ്റെ അച്ഛൻ. പിന്നെ അച്ഛനും കൂടെ ഞങ്ങളിവിടെ വന്നായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കുറച്ച് ലൈറ്റൊക്കെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവർക്ക് ഇതൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നായിരുന്നു. പിന്നെ ലൈറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അവിടെ പള്ളിയിൽ തൊട്ടപ്പുറത്താണ് കേട്ടോ പള്ളി. അവിടെ ചർച്ചിൽ മീറ്റിംഗ് നടക്കുകയായിരുന്നു. അങ്ങനെ അവരവിടെ പപ്സും ചായയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെയും വിളിച്ച് അവർ പപ്സും ചായയും തന്നായിരുന്നു. ഞങ്ങൾ പിന്നെ ചായ വാങ്ങിച്ചില്ല. ഇതേണ്ട ഇവിടെ ആയിരുന്നു കേട്ടോ, ചായ വാങ്ങിച്ചില്ല, പപ്സ് മാത്രമേ വാങ്ങിച്ചോളൂ. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ ഇതാണ് മെയിൻ ചർച്ച്. ഇപ്പുറത്തെ ഓഡിറ്റോറിയത്തിൻ്റെതായിരുന്നു.
ഇപ്പോൾ ഞാൻ കാണിച്ചില്ല ഡെക്കറേഷനൊക്കെ. ഇനി പുറത്തായിട്ട് ഒരു മാതാവിൻ്റെ ഒരു പടമുണ്ട്. അവിടെ ഞങ്ങൾക്ക് മെഴുതിരിയൊക്കെ കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പുറത്തുനിന്ന് പറഞ്ഞവർക്കും വഴിയാത്രക്കാർക്കും. ഇതാണ് കേട്ടോ മെഴുതിരി കത്തിക്കാനുള്ള സ്ഥലം. പിന്നെ ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്മ വന്നായിരുന്നു ജോലിക്ക് പോയിട്ട്. അമ്മ പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്ന്. പിന്നെ മോള് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതാണ് കേട്ടോ അവളെ പൂച്ച മോസിയായിരുന്നു ഭയങ്കര കരച്ചിൽ കേക്ക് കണ്ടപ്പോഴത്തേക്കും തിന്നാൻ വേണ്ടി. പിന്നെ കേക്ക് കട്ട് ചെയ്ത് ഒരു കുഞ്ഞു പീസ് മോസിക്കും കൊടുത്ത്. അപ്പോൾ ഇന്നതോടെ നമ്മളെ വീഡിയോ തീരെയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അവൾ പിന്നെ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് ഞങ്ങളെല്ലാവരും കഴിച്ചു. അത്രയേ ഉള്ളൂ. അപ്പം താങ്ക്സ്.